ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയാ വർത്താനം? എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കും. സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമളാൻ മാസം, അതിൻ്റെ പവിത്രമായ രാവുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പന്ത്രണ്ടാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അപ്പോൾ പവിത്രമായ രാവുകൾ, പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമളാൻ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റമളാനിൽ നമ്മോട് കൂടെ പല ആളുകളും ഉണ്ടായിരുന്നു. നമ്മോട് കൂടെ സഹവസിച്ച് കളിച്ചും ചിരിച്ചും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ ആലമുൽ അർവാഹിലേക്ക് കൂടിച്ചേർന്നു കഴിഞ്ഞു. അടുത്ത റമളാനിൽ ഇനി നമ്മളുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും നമ്മളിൽ നിന്ന് മനുഷ്യ സഹജമാണല്ലോ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് മാപ്പാക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ നമ്മൾ സംഘടനാപരമായിട്ടൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. SKSSF, രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിലൊക്കെ സജീവമായിട്ട് പ്രായത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലയളവിലൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ആദർശവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ സ്വാഭാവികമായിട്ട് ദേഷ്യവും വിദ്വേഷമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ആരോടും വെറുപ്പും വിദ്വേഷവുമില്ല. സംഘടനാപരമായിട്ടാവുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ നാം അങ്ങനെയുള്ള അനുഭാവിയാണെങ്കിലും അതിനൊന്നുള്ള സജീവമായുള്ള പ്രവർത്തന രംഗത്തോ ഒന്നുമില്ല. അപ്പോൾ
നമ്മുടെ ഭാഗത്ത് നിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് മാപ്പാക്കുക. അതുപോലെ തന്നെ പലരിൽ നിന്നും നമുക്ക് മാനസികമായി ജോലി സംബന്ധമായിട്ടും ഒരുപാട് മാനസികമായ വിഷമങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതും ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ട് മാപ്പാക്കി തന്നിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നമ്മൾ വിട്ടുവീഴ്ചയോടുകൂടി മുന്നോട്ട് പോവുക. എൻ്റെ അറിവിൽ ഞാൻ ആരെയും ഒന്നും മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ വിഷമമായിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മാസത്തിൽ വീണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണം. അപ്പോൾ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് വീട്ടിലാണ്. കഴിഞ്ഞ നമ്മളെ മദ്രസ രംഗത്തൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ആദരവിൻ്റെ ഇതൊക്കെ കാണാം. 2-3 ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. എന്താ അറിയില്ല, ചില ആളുകൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. നമ്മൾ ഒരേ ഒരു ഉദ്ദേശം മാത്രമായിരുന്നു, അള്ളാഹുവിനെ അറിയുക, അവൻ്റെ വഴിയിൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ അവൻ്റെ വിധിയായിരിക്കും മദ്രസ രംഗത്ത് നിന്നൊക്കെ നമ്മളെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം. നിങ്ങളുടെ അറിവിൽ നമുക്ക് പറ്റിയ ജോലികൾ എന്ന് പറഞ്ഞാൽ കടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇനി നമ്മുടെ കുടുംബവുമായി മുന്നോട്ട് പോകണമല്ലോ, ചിലവുകൾ അത്യാവശ്യമാണ്. ആര് അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ ആത്മാർത്ഥമായ ദുആയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് ലോകത്തിന് സമർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.